ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ 22. ഭൗമദിനത്തിലെ കൃതജ്ഞത. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം. ഏപ്രിൽ 22 എല്ലാ വർഷവും ഭൗമദിനമായി ആചരിക്കുന്നു. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏകദേശം 200 രാജ്യങ്ങളിലെ 1 ബില്യണിലധികം വരുന്ന ജനങ്ങൾ ഈ ദിനത്തോടനുബന്ധിച്ച് വിവിധ ബോധന സേവന പരിപാടികളിൽ ഏർപ്പെടുന്നു. ഓരോ വർഷവും ഭൗമദിനം ആചരിക്കുന്നതിനാൽ നമ്മുടെ ഈ അത്ഭുത ഗ്രഹത്തിൻ്റെ പ്രാധാന്യം സ്മരിക്കപ്പെടുന്നു. എന്നാൽ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ഈ ദിനാചരണത്തോടെ മാത്രം ഓർക്കാൻ തുടങ്ങിയതല്ല. അതിന് സൃഷ്ടിയോളം തന്നെ പഴക്കമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് ഭൂമിയെ മനുഷ്യന് വസിക്കാനായി രൂപകൽപ്പന ചെയ്തതായി വായിക്കുന്നു. ദൈവം കുന്നുകളും താഴ്വരകളും രൂപപ്പെടുത്തുക മാത്രമല്ല, മനുഷ്യന് ആഹാരവും പാർപ്പിടവും ആനന്ദവും ഒക്കെ നൽകാൻ മനോഹരമായ ഏദൻ തോട്ടവും നിർമ്മിച്ചു. തൻ്റെ ഏറ്റവും പ്രധാന സൃഷ്ടിയായ മനുഷ്യരുടെ മൂക്കിൽ ജീവശ്വാസം ഊതിയ ശേഷം അവരെ ഏദനിലാക്കി. തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും നിയമിച്ചു. ആദമിനെയും ഹൗവയെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷം ദൈവത്തിൻ്റെ സൃഷ്ടിയെ പരിപാലിക്കുക എന്നത് കൂടുതൽ പ്രയാസകരമായി. എങ്കിലും ഇന്നുവരെയും ദൈവം തന്നെ ഈ ഗ്രഹത്തെയും ജീവികളെയും പരിപാലിക്കുകയും നമ്മോടും അക്കാര്യം തന്നെ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ ജനനിബിഡമായ പട്ടണത്തിലോ ഗ്രാമപ്രദേശങ്ങളിലോ ആയാലും ദൈവം ഭരമേൽപ്പിച്ച മേഖലകളെ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇങ്ങനെ നാം ഈ ഭൂമിയെ പരിപാലിക്കുന്നത് ഈ മനോഹര ഗ്രഹം നമുക്ക് പ്രദാനം ചെയ്തതിന് ദൈവത്തോടുള്ള കൃതജ്ഞതയുടെ പ്രകടനം കൂടിയാണ്. ചിന്തിക്കുക, സൃഷ്ടിയിൽ നിങ്ങളെ അത്ഭുത ശബ്ദരാക്കിയതെന്താണ്? ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുള്ള ഭൂമിയെ നിങ്ങൾ എങ്ങനെ സംരക്ഷിക്കുന്നു? ദൈവത്തിനു മഹത്വം.